ഈ സ്വത്ത് എഴുതി വെക്കുന്നു എന്നൊക്കെ പറയുമ്പോ എങ്ങനെ എഴുതുന്നതെന്ന് പറഞ്ഞില്ല. എല്ലാം എന്റെയും പ്രണവിന്റെ പേര് തന്നെയല്ലേ എഴുതുന്നത്? അല്ല, പ്രണവിന്റെ പേരിലെന്ന് ശരി, നിന്റെ പേരിൽ എഴുതണമെന്ന് പറഞ്ഞ എന്റെ ഉദ്ദേശം മനസ്സിലായില്ല. നീ എന്താ ഈ പാർവമ്മയുടെ വയറ്റി പിറന്നാണോ? ഈ അച്ഛന്റെ അമ്മയുടെയും മക്കളായിട്ട് ഞങ്ങൾ 3 പേരുണ്ട്. ഞങ്ങൾ 3 പേരുടെയും പേരിലായിരിക്കും തുല്യമായി ഇത് എഴുതി വെക്കുന്നത്. ഓ, അപ്പൊ അങ്ങനെയാണ് കഥ. ഈ നിൽക്കുന്ന അച്ഛന്റെ അമ്മയുടെ മക്കൾക്ക് മാത്രമേ ഈശ്വരമംഗലത്തെ സ്വത്തിന് അവകാശമുള്ളൂ അല്ലേ? എന്തോന്നാ ആന്റി ഇത്? ഞാൻ പറഞ്ഞതെന്ത്, ആന്റി അങ്ങോട്ട് ചേർന്ന് ചെയ്യുന്നെന്ത്? എന്റെ വാക്കുകൾക്ക് പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് എന്തും ചെയ്യാനാണോ വിചാരിച്ചിരിക്കുന്നത്? സ്വത്തിനെ പറ്റി ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് വ്യക്തമായ ഭാഷയിൽ അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട്. അത് ധിക്കരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ അടങ്ങിയിരിക്കുമെന്ന് കരുതണ്ട. ഇതെന്തോന്നാടാ പ്രണവ് ഇത്? ഈശ്വരമംഗലത്തെ സ്വത്തിനെ കുറിച്ച് തീരുമാനം എടുക്കാൻ നിന്റെ ഭാര്യയ്ക്ക് എന്താ അവകാശം? അതിന് ഇവിടെ ആരാ? ബെസ്റ്റ് കണ്ണാ, ബെസ്റ്റ്. ഞാൻ ആരാണെന്ന് ഇതേ ചോദ്യം ഞാൻ തിരിച്ചങ്ങോട്ട് തന്നെ ചോദിക്കട്ടെ. ഞങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്തുക്കളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടയിൽ കയറി വന്ന് അഭിപ്രായം പറയാൻ താനാരാ? പ്രണവ്, നിന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് ഭ്രാന്തൊക്കെ ഇവളിവിടെ വിളിച്ചു പറയുന്നേ? ശിവാനി, എന്താ നിനക്കിപ്പോ പ്രശ്നം? സ്വത്ത് ഭാഗം വെക്കുന്നത് ഏട്ടനാ. ആർക്കും ഒട്ടും കൂടുകയില്ല, കുറയുകയില്ല. 3 മക്കൾക്കും തുല്യമായിട്ട് തന്നെ കിട്ടും. എങ്ങനെ മനസ്സിലായില്ല? 3 മക്കളോ? എന്റെ പൊന്നു ശിവാനി, നിനക്ക് എന്തോ പറ്റിയത്? നീ എന്തൊക്കെയാ പറയുന്നേ? അച്ഛനുള്ള സ്വത്തുക്കൾക്ക് 3 മക്കൾക്കും തുല്യമായിട്ടുള്ള അവകാശമുള്ളതാ. ഓ, എന്റെ പ്രണവെ മണ്ടത്തരം വിളിച്ച് പറയില്ലേ. 3 മക്കളോ? 3 ഭാഗോ? എന്തിന്? ഈശ്വരമംഗലത്തെ സ്വത്തുക്കൾ ഭാഗം വെക്കണമെങ്കിൽ അത് 2ആയിട്ട് മതി. 2ആയിട്ട് മാത്രമായിരിക്കണം. ഇവളെന്ത് ഫോളിഷ്നെസ്സാ ഈ വിളിച്ചു പറയുന്നത്? ഞങ്ങൾ 3 പേരുള്ളപ്പോ അത് 2ആവുന്ന എങ്ങനെയാ? ശിവാനി, വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ പ്ലീസ്. എല്ലാം നമുക്ക് സംസാരിക്കാം. പ്രശ്നം ഉണ്ടാക്കുന്നെന്നോ? ആര് പ്രശ്നം ഉണ്ടാക്കുന്നു? സ്വത്ത് വീതം വെക്കേണ്ടത് 2ആയിട്ടാണെന്ന് ആന്റിക്ക് അറിഞ്ഞൂടെ? ശിവാനി, കുടുംബത്തിൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഒന്ന് പോടി. നിന്റെ സാരോപദേശം ഒന്നും എനിക്കിപ്പോ ആവശ്യമില്ലേ. ആവശ്യമുള്ളപ്പോ ഞാൻ അറിയിച്ചോളാം. നീ നിന്റെ പണി നോക്കിപ്പോ. ശിവാനി, നിനക്കിപ്പോ എന്താ വേണ്ടത്? 2ആയിട്ട് ഭാഗം വെക്കണമെന്ന് പറയുന്നോണ്ട് നീ എന്താ ഉദ്ദേശിക്കുന്നേ? ആൺമക്കൾക്ക് മാത്രം എല്ലാം വീതിച്ചു കൊടുത്താൽ മതിയെന്നാണോ? അപ്പൊ യാമിനിക്കൊന്നും കൊടുക്കണ്ടേ? അയ്യോ, യാമിനിക്കൊന്നും കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞോ? സ്വത്ത് 2ആയിട്ട് ഭാഗം ചെയ്യണം. ഒരു ഭാഗം പ്രണവിന്റെയും എന്റെയും പേർക്ക്, മറ്റൊരു ഭാഗം യാമിനിയുടെ പേർക്കും. ശിവാനി, വെറുതെ ഓരോ ഭ്രാന്ത് വിളിച്ച് പറയല്ലേ. സ്വത്തുക്കള് പ്രണവിന് യാമിനിക്ക് മാത്രം എഴുതി വെച്ചാ ഗൗതമിന് പിന്നെ എന്താ കൊടുക്കുന്നേ? ഗൗതമിനോ സ്വത്ത്? അതിന് ഗൗതമാരാ? ശിവാനി, വേണ്ട പ്ലീസ്.
ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാൻ പറഞ്ഞത് ആന്റി കേട്ടില്ലല്ലോ. അപ്പൊ ആന്റി പറയുന്നത് ഞാൻ കേൾക്കേണ്ട ആവശ്യവും ഇല്ല. ശിവാനി, നീ പറയുന്നത് ന്യായമല്ല. സ്വത്തുക്കൾ 3 മക്കളുടെ പേരിലും തുല്യമായിട്ട് വേണം ഭാഗിക്കാൻ. ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ പിന്നെ ന്യായം ഞാൻ നല്ല വെടിപ്പായിട്ട് പറഞ്ഞുതരാം. സത്യത്തിൽ നിങ്ങൾക്ക് 2 മക്കളെ ഉള്ളൂ. ശിവാനി, ഇങ്ങോട്ട് വന്നേ. എനിക്ക് നിന്നോട് സംസാരിക്കണം. ഇനി രഹസ്യ വർത്താനൊന്നും ഇല്ല. അതിന്റെയൊക്കെ സമയം കഴിഞ്ഞു. ഇനി എന്തുണ്ടെങ്കിലും ഇവിടെ വെച്ച് എല്ലാവരുടെ മുന്നിൽ പരസ്യമായിട്ട് പറഞ്ഞാൽ മതി. നിന്റെ ഈ വർത്താനം ഇവിടെ വെച്ച് നിർത്തിക്കോണം. വേണ്ട ശിവാനി, ഇതൊരിക്കലും നല്ലതിനല്ല. എനിക്ക് കിട്ടാനുള്ളത് കിട്ടിയില്ല എങ്കിൽ ഈ വീട്ടിൽ ഇനി ഒന്നും നല്ലതായിട്ട് പോണ്ടാന്നേ. ശിവാനി, മിണ്ടാതിരിക്കാവോ? മിണ്ടാതിരിക്കാനോ? പ്രണവ് എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നേ? മിണ്ടാതിരുന്നാലേ വന്നവരും പോയവരും ഒക്കെ പ്രണവിന്റെ ഇക്കണ്ട സ്വത്തുക്കൾ അടിച്ചോണ്ട് പോവും. ഞാൻ ഈ സംസാരിക്കുന്നതേ പ്രണവിനും എന്റെ വയറ്റിൽ വളരുന്ന പ്രണവിന്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയാ. അതോർത്തോ. എന്നിട്ടൊന്നും മിണ്ടാതിരിക്കും. ഞാൻ പറയുന്നതേ നടക്കൂ. ഒരിക്കൽ കൂടി ഞാൻ പറയാം, മുഴുവൻ സ്വത്തും 2ആയിട്ട്. ഒരു ഭാഗം പ്രണവിനും ഒരു ഭാഗം യാമിനിക്കും. അങ്ങനെ എഴുതാൻ പറ്റൂ. അതേ ഞാൻ സമ്മതിക്കൂ. അത് തീരുമാനിക്കാൻ നീ ആരാടി? നീ ആരാണെന്ന് എന്നോട് ചോദിക്കാൻ താനാരാടോ? തനിക്ക് ഈ സ്വത്തിന് മേൽ എന്താ അവകാശം ഉള്ളത്? താൻ ഈ കുടുംബത്തിലെ ആരാടോ? ശിവാനി, ആരോട് എന്താണ് നീ പറയുന്നതെന്ന് അറിയാമോ?